പ്രിയപ്പെട്ടവരെ, ആദ്യമായി വാൽപ്പാറ ദുരന്തത്തിൽ നമ്മോട് വിട പറഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളട്ടെ. ഈ വാൽപ്പാറയിലൂടെ ചുരുങ്ങിയതൊരു 10 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. തന്നെയാണ് അപ്പോഴെല്ലാം ഡ്രൈവ് ചെയ്തിരുന്നത്. വളരെയധികം വീതി കുറഞ്ഞ റോഡാണ്, എന്നാൽ മനോഹരമായ കാഴ്ചകളും ഉണ്ടാവും. പക്ഷേ ഡ്രൈവർക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. എന്താ അറിയില്ല, ഈ ദുരന്തത്തിൻ്റെ കാരണം ഡ്രൈവറെ പിശകാണോ, അതോ എതിരെ ലക്കും ലഗാനമില്ലാതെ ഒരു വാഹനം വന്നപ്പോൾ ആ വാഹനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണോ, അതോ വാഹനത്തിൻ്റെ മിസ്റ്റേക്കാണോ, ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എല്ലാവരും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടേണ്ടവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എല്ലാവരും 2 വഴിക്കാണ് ഈ സ്ഥലം കാണാൻ പോകാറുള്ളത്. ചിലർ ആതിരപ്പള്ളി വഴി വാകച്ചാൽ, മലക്കപ്പാറ, ഷോളാർ ഡാം, ഈ പറയുന്ന വാൽപ്പാറ, അത് കഴിഞ്ഞ് ആളിയാർ ഡാം, ഇതും കഴിഞ്ഞ് പൊള്ളാച്ചിയിലേക്ക് പോകും. എന്നാൽ പൊള്ളാച്ചി വഴി ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ആളിയാർ ഡാം, വാൽപ്പാറ, മലക്കപ്പാറ, ഷോളയാർ ഡാം, വാകച്ചാൽ, ആതിരപ്പള്ളി, ഇതൊക്കെ നമുക്ക് കാണാം. ഒരു ദിവസത്തെ ഒരു ഫുൾ പ്രോഗ്രാം ഒരു കുടുംബസമേതമായാലും ഗ്രൂപ്പിലായാലും നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊന്നും അവിടെ പോയിട്ട് നല്ല കാഴ്ചകളൊന്നും അധികം കാണാൻ കഴിയില്ല. പക്ഷേ ഒരു മഴയുടെ സീസണിൽ, അതല്ലെങ്കിൽ ഒരു മഴക്കാലം നമ്മളോട് വിട പറയുന്ന ആ സീസണിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് നല്ല നല്ല സീനറികൾ കാണാൻ കഴിയും. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഡ്രൈവറായിരിക്കും. ഞാൻ വണ്ടി ഏതെങ്കിലും ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കിയിട്ട് ഒരുപാട് ഫോട്ടോകൾ എടുക്കാറുണ്ട്. പണ്ടൊക്കെ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത സമയത്ത് ഫോട്ടോകൾ എടുക്കുക, സെൽഫി എടുക്കുക, എന്നിട്ടത് ഫേസ്ബുക്കിലിടുക, അതായിരുന്നു എൻ്റെ ഒരു ഹോബി. ഞാനിന്ന് ഈ അപകടം നടന്നതറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആൽബം ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരു 200-250 ഫോട്ടോകളുണ്ട് വാൽപ്പാറ, മലക്കപ്പാറ ഈ ഭാഗത്ത്, ആളിയാർ ഡാം. അപ്പോൾ ആ ഫോട്ടോകളൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇതിലിടുന്നുണ്ട്. നിങ്ങൾക്ക് ആ സീനറികൾ കാണാം. ചിലതിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ കഴിയുന്നത് സെൽഫി സ്റ്റൈലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു വീഡിയോ അല്ല, 2 വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിലിടാൻ കഴിയും. അത്രയ്ക്ക് ദൈർഘ്യമുണ്ട്. ഏതായാലും നമ്മൾ യാത്രകളൊക്കെ ചെയ്യണം. പക്ഷേ യാത്രകൾ നമുക്കൊരു ദുരന്തമായി, ഒരു കണ്ണീർ കടലായി ഇനിയെങ്കിലും മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും പോകുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു വാഹനത്തിലെ യാത്രികരാണ്. ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ ചുരങ്ങളിലൂടെയും യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി കേരളത്തിലെ ഒരു ചുരവും ഇല്ല, ഞാൻ കാണാത്ത ഒരു ചുരവും ഇല്ല. കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും ഈ വിനീതൻ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഞാനൊക്കെ വിദേശത്ത് വാഹനം ഓടിച്ച് ഇവിടെ വന്നതാണ്. നാം വിദേശത്ത് പോയി വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായൊരു വാഹനം ഓടിക്കുന്ന സമയത്തുള്ളൊരു മര്യാദയുണ്ട്.
നിയമങ്ങൾക്കപ്പുറമുള്ള ചില മര്യാദകളുണ്ട്, ചില സഹകരണങ്ങളുണ്ട്. അത് നാം പാലിക്കണം. പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ റോട്ടിലിറങ്ങിയാൽ ഞാൻ കാണുന്നത് അവൻ മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കാൻ വളരെ വിദഗ്ധനാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ, ഇന്ത്യയിൽ വലതുഭാഗത്തു കൂടിയാണ് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ഉള്ളത്. നമ്മുടെ വലതുഭാഗത്തു കൂടെ ഒരാൾ കയറി വരികയാണെങ്കിൽ, ഞാൻ എന്നെയാണ് പറയുന്നത്, നിങ്ങളെയല്ല എന്ന് നിങ്ങൾ അനുമാനിക്കുക. നമുക്ക് റോഡിൻ്റെ സെൻറ്ററിലൂടെ വരച്ചൊരു വരയുണ്ട്. ആ വരയുടെ ഇപ്പുറമുള്ള ആ ഇടതുഭാഗത്തുള്ള ആ പൊസിഷൻ മൊത്തം നമുക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് പോലും തോന്നിപ്പോകും. നമ്മൾ ഒഴിഞ്ഞു കൊടുക്കില്ല. ചിലപ്പോൾ അവൻ എയർപോർട്ടിലേക്ക്, അതല്ലെങ്കിൽ ആശുപത്രിയിലേക്ക്, അതല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ നമ്മളാരും അറിയാത്ത ഒരു ആളാണ് നമ്മുടെ വലതുഭാഗത്തു കൂടെ കയറി പോകുന്നത് എങ്കിൽ നമ്മളെന്ത് കാണിക്കണം? നമ്മളെക്കാൾ കൂടുതൽ സ്പീഡിലായിരിക്കും അവൻ പോകുന്നത്, അല്ലേ? നമ്മൾ ഇടത് ഭാഗത്തേക്ക് എത്ര പരമാവധി ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ സഹോദരന് കയറി പോകാനുള്ള സാഹചര്യം ഒതുക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ ഓവർടേക്ക് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനം, ചിലപ്പോൾ ആ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടാവും. ഇത് നമ്മൾ കാണുന്നുണ്ടാവും. അവൻ നമ്മളെ കാണാതെയാണ് കയറി വരുന്നത്. കയറിപ്പോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ടെൻഷനല്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പരമാവധി ഇടത് ഭാഗത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ പരമാവധി ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ രണ്ട് വാഹനത്തിനും കടന്നു പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഇതാണ് സഹകരണം. ഇതാണ് ഡ്രൈവിങ്ങിലെ മര്യാദ. അത് നമ്മൾ വിദേശത്ത് പോയി വണ്ടി ഓടിച്ചവർക്ക് ഏകദേശം മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുകയാണ്, ആയിക്കോട്ടെ, അവൻ നമ്മളെ കണ്ടില്ല, നമുക്കറിയില്ല. അവനെപ്പോഴും ബാക്കിലേക്ക് കണ്ണൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവൻ സൈഡ് ഗ്ലാസ്സിലേക്ക് നോക്കുകയുള്ളൂ. അവന് റൂട്ടിലേക്ക് കയറണോ, വലതുവശത്തേക്ക് തിരിയണോ, ഇടതുവശത്തേക്ക് തിരിയണോ, ആ സമയത്തേക്ക് അവൻ ചിലപ്പോൾ അവൻ്റെ സൈഡ് മിറർ നോക്കാറുള്ളൂ. അല്ല, എപ്പോഴും ഫ്രണ്ടിലേക്കായിരിക്കും നോട്ടം. അവൻ നമ്മളെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. നമ്മളെന്ത് ചെയ്യണം? അവന് മോട്ടോർ ബൈക്ക് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർ ആയിക്കോട്ടെ, മോട്ടോർ ബൈക്ക് ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഏത് വാഹനമായാലും അവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളെ വെറുതെ ഓണിലേക്ക് എന്നൊരു ചെറിയ സൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവന് മനസ്സിലാവും എന്നെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ട്, ഞാനൊന്ന് സൈഡാക്കട്ടെ എന്ന് മനസ്സിലാവും. അവൻ റൂട്ടിലേക്ക് കയറില്ല. ചിലർ നമ്മളെ അങ്ങനെ ചെറിയൊരു ഓണടിക്കുമ്പോൾ നമ്മളെന്തോ വലിയൊരു പാതകം ചെയ്ത മാതിരി നമ്മളെ ക്രൂരമായി ഇങ്ങനെ നോക്കും. നോക്കിക്കോട്ടെ നീ, അവന് പിന്നെ നമ്മൾ കാണില്ലല്ലോ. നമ്മൾ അവൻ്റെയും നമ്മളെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ ഹൈ റേഞ്ചുകൾ, ഈ പറഞ്ഞ വാൽപ്പാറ, ആ റോഡുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മുൻഗണന നൽകേണ്ടത് ഗിയർ സിസ്റ്റത്തിനാണ്. ഏത് ഗിയറിലാണോ നമ്മൾ ആ കയറ്റം കയറാൻ ആവശ്യം വരുന്നത്, അതേ ഗിയറിൽ തന്നെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ ബ്രേക്കൊന്ന് നമുക്ക് ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മതിയാവും. ചില സമയങ്ങളിൽ, ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളും ബ്രേക്ക് അമിതമായി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും, മുന്നോട്ടും പിന്നോട്ടും തള്ളും. നമ്മളെപ്പോഴും ഒരു ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിവിൻ്റെ പരമാവധി ഗിയറിലും ആക്സിലേറ്ററിലും അതിൻ്റെ സ്പീഡ് കഴിയുന്നതും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലിരിക്കുന്ന യാത്രക്കാരെ, പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യത്തിന് മാത്രം ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വളവിലും തിരുവിലൊക്കെ വരുമ്പോൾ അഡ്വാൻസായിട്ട് ബ്രേക്കിൻ്റെ പെഡലിൽ കാല് വെച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. ഇനി നമ്മളെത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും നമുക്ക് എതിരെ വരുന്നവന്, അവൻ വല്ല
മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ അടിമയാണെങ്കിൽ ഒരു കാര്യവുമില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ കാരണം ഉണ്ടാവുന്ന അപകടത്തിൻ്റെ ആഘാതം കുറക്കാൻ കഴിയും. ഇത് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് വാൽപ്പാറയിലെ അതിമനോഹരമായ കുറേ ഫോട്ടോകൾ ഒരു വീഡിയോ രൂപത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ തുടർ വീഡിയോയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് യൂട്യൂബ് ചാനലായ സഞ്ചാരി ട്രാവൽ OP, അതുപോലെ തന്നെ ഫേസ്ബുക്ക് സഞ്ചാരി ട്രാവൽ OP, ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം.